നിന്ന് 1600 ഇന്നത്തെ പെൻഷൻ. അന്നത്തെ 600 അല്ല. നാളെ ഇതുവരെ ഒരു ബ്ലോക്കും ഇല്ലാതെ പെൻഷൻ കൊടുക്കുന്നുണ്ട്. ഇത് പണ്ട് ഞങ്ങൾ കയറി വരുമ്പോ 16 മാസത്തെ പെൻഷൻ കുടിശ്ശികയായിരുന്നു. 16 മാസത്തെ. ഇത് ഞങ്ങൾ ഈ ഇലക്ഷന് മുമ്പ് കൊടുത്തിരിക്കും. അത് വാക്ക് തന്നെയാണ് LDFന്റെ. അതിൽ യാതൊരു തർക്കമില്ല. സാധാരണക്കാരായ ജനങ്ങളോടൊപ്പം LDF പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പണം കൊടുത്തിരിക്കും. ആണ് ജോസ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് ഒരു സാധാരണ വോട്ടർ പറയുന്നു, അവർക്ക് വിശ്വാസമാണ്. പ്രിയപ്പെട്ട അനീഷ് പ്രാദേശിക ഭാഷയും രാഷ്ട്രഭാഷയും ലോകഭാഷയും അറിയാവുന്ന ഒരാളാണ്. ഒറ്റ കാര്യം ചോദിക്കുന്നു, ആദർശ് ഫ്ലാറ്റ് കുംഭകോണം നടത്തിയ അശോക് ചവാൻ ഇപ്പോൾ എവിടെയാണ് സാർ? ഇപ്പോൾ എവിടെയാണ്? ഇനി മൂന്നാമത്തെ പറയാം മൂന്നാമത്തെ മോദി ഗ്യാരണ്ടി എന്താ? ഒരു വർഷം 2 കോടി തൊഴിലവസരം ഉണ്ടാക്കും. 10 വർഷമായി 20 കോടി ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭിക്കണം. ആർക്കെങ്കിലും തൊഴിൽ ലഭിച്ചിട്ടുണ്ടോ? ഇല്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം UP-ൽ 43 ലക്ഷം ആളുകൾ 60,000 പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി പരീക്ഷ എഴുതാൻ 43 ലക്ഷം ആളുകളാണ് ചെന്നത്. 43 ലക്ഷം ആളുകൾ പരീക്ഷ എഴുതിയ ഒരു പരീക്ഷ, തൊഴിലിന് വേണ്ടി നടത്തിയ പരീക്ഷ 60,000 പേരെയാണ് തെരഞ്ഞെടുക്കേണ്ടത്. 43 ലക്ഷം ആളുകളാണ് UP-ൽ മാത്രം ആ പരീക്ഷ എഴുതിയത്. ഗുജറാത്തിൽ 32 പേർക്കാണ് PSC നിയമനം കൊടുത്തത്. ആദ്യത്തെ ചോദ്യം വളരെ സ്പെസിഫിക് ആയ ചോദ്യം. മൂന്നാമത്തെ ഗ്യാരണ്ടി എവിടെ? അപ്പോൾ തൊഴിലവസരം ഇല്ല എന്ന് മാത്രമല്ല, കടുത്ത ദാരിദ്ര്യത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോയി. ജനാധിപത്യം അട്ടിമറിക്കുന്നു. 5% ഉള്ളത് നീതി ആയോഗ് പറയുന്നു സാർ. നീതി ആയോഗിന്റെ കണക്ക് പ്രകാരം ചരിത്രത്തിൽ ആദ്യമായി നരേന്ദ്രമോദി വിശുദ്ധനാണ് എന്ന് പറയുന്നു, അഴിമതിക്കാരനല്ല എന്ന് പറയുന്നു. ആര് പറയുന്നു? BJP പറയുന്നു. ഈ ലോകം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരനാണ് നരേന്ദ്രമോദി. എത്രയോ കാരണങ്ങൾ പറയാം. ഇലക്ട്രൽ ബോണ്ട് എന്താ? പാർട്ടിക്ക് പാർട്ടിയുടെ നേതാവാരാ നരേന്ദ്രമോദിയല്ലേ? ഈ നരേന്ദ്രമോദി ചെയ്ത കാര്യം ശരിയല്ല എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ പറഞ്ഞ് നിർത്തിവച്ചില്ലേ? അഴിമതിക്കാരെ മുഴുവൻ സംരക്ഷിക്കുന്നു നരേന്ദ്രമോദി. ജനാധിപത്യ സർക്കാരുകളെ അട്ടിമറിക്കുന്നു, MLA-മാരെ വിലക്കെടുക്കുന്നു. ജനാധിപത്യം ഇല്ലാത്ത രീതിയിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുപോകുന്ന വർഗീയവാദിയാണ് നരേന്ദ്രമോദി. ആദ്യത്തെ ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. അഴിമതിക്കെതിരെയാണ് യുദ്ധം പ്രഖ്യാപിക്കുന്നതെങ്കിൽ അശോക് ചവാനെ കൂടെ കൂട്ടാമോ? മമതാ ബാനർജിയുടെ ഒപ്പം ഉണ്ടായിരുന്ന സുവേന്ദ് അധികാരിയെ കൂടെ കൂട്ടാമോ? ശരത് പവാറിന്റെ മരുമകൻ അജിത് പവാറിനെ കൂടെ കൂട്ടാമോ? അപ്പോൾ അഴിമതിയുടെ കറ പുരണ്ടവരെ നിങ്ങൾ ഇപ്പോൾ NDA ക്യാമ്പിൽ പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെ തള്ളി പറയും? അല്ല, അതിനു മുമ്പ് വത്സരാജ് പറഞ്ഞ ചില കാര്യങ്ങള്, ഈ കേന്ദ്ര സർക്കാർ കൊടുക്കാനുള്ള പണം കൃത്യമായിട്ട് കിട്ടിയിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ നെല്ല് സംഭരിക്കാൻ വീഴ്ച വരുന്നത്? 22 നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇനി ഞാൻ പറയട്ടെ. 22 രൂപ കേന്ദ്ര സർക്കാരിന് വിഹിതം കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. 1 രൂപ പെൻഡിങ് ഇല്ല. വെറും 6.5 രൂപയാണ് സംസ്ഥാന സർക്കാർ കൊടുക്കേണ്ടത്. അത് കൊടുക്കാനില്ലാത്തത് കൊണ്ടാണ് കൊടുക്കാതിരിക്കുന്നത്. ഇനി ക്ഷേമ പെൻഷൻ നിങ്ങൾ ചോദിച്ച തുകയിൽ കൂടുതൽ, നിങ്ങൾ 583 കോടി രൂപ ചോദിച്ചു, ഞങ്ങൾ 603 കോടി രൂപ നൽകി. എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ല? നിങ്ങൾ ചോദിച്ചതിനേക്കാൾ കൂടുതലാണ് നിങ്ങൾ നൽകുന്നത്. പിന്നെ പെട്രോൾ നിങ്ങൾ അഡീഷണൽ സെസ് ഈടാക്കുന്നു പെൻഷൻ കൊടുക്കാൻ എന്ന് പറഞ്ഞ്. എന്തുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്നില്ല? ഇനി നിങ്ങളുടെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ആണെങ്കിൽ അത് 4000 കോടി ഒഴികെ മുഴുവൻ കൊടുത്തു. 53,000 കോടിയാണ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടേണ്ടത്. 49,000 കോടി രൂപ കേന്ദ്രം കൊടുത്തു കഴിഞ്ഞു. 4,000 കോടി രൂപ കൊടുക്കാൻ കേന്ദ്രം തയ്യാറാണ്. അത് പോരാ ഞങ്ങൾക്ക് 13,000 കോടി വേണമെന്ന് പറഞ്ഞ് നിങ്ങൾ സുപ്രീം കോടതി പോയിരിക്കുകയാണ്. അല്ലാതെ ഞങ്ങൾ കൊടുക്കാനിട്ടല്ല. സുപ്രീം കോടതി 13,000 കോടി കൊടുക്കാൻ ഹർജി പിൻവലിച്ചാൽ എപ്പോഴാണ് സാർ ഹർജി പിൻവലിക്കാമെന്ന് പറഞ്ഞത്? ഹർജി പിൻവലിക്കണം 13,000 കോടി സുപ്രീം കോടതി പോയപ്പോഴല്ലേ ഹർജി പിൻവലിക്കാമെന്ന് പറഞ്ഞത്? കടമെടുപ്പ് പരിധി അത് കൂട്ടി നൽകാമെന്നാണ് പറഞ്ഞത്. കടമെടുപ്പ് പരിധി കൂട്ടി നൽകാം, അല്ലാതെ കൊടുക്കേണ്ട പണം കൊടുക്കില്ല എന്നല്ല. ഇനി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, 1,80,00,000 ആകെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് 16 സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നത്. 16 സംസ്ഥാനങ്ങൾക്ക്. അതിൽ 29.8% കൊടുത്തത് കേരളത്തിലാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഏറ്റവും കൂടുതൽ കിട്ടിയത് കേരളത്തിലാണ്. എത്ര പണം കിട്ടിയാലും ദൂർത്തടിക്കുന്ന ദൂർത്തുപുത്രന്മാരുടെ സർക്കാരാണ് കേരള സർക്കാർ. അതുകൊണ്ടാണ് ഇവിടെ പണം കൊടുക്കാനില്ലാത്തത്. മുഖ്യമന്ത്രിയുടെ വീട്ടില്
നീന്തൽക്കുളം 35 ലക്ഷം, മുഖ്യമന്ത്രിയുടെ വീട്ടിലെ തൊഴുത്ത് 40 ലക്ഷം, മുഖ്യമന്ത്രിയുടെ വീട്ടിലെ ലിഫ്റ്റ് 20 ലക്ഷം, മുഖ്യമന്ത്രിയുടെ വീട്ടിലെ കർട്ടൻ 6 ലക്ഷം, ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ വീട്ടിലെ ഓണാഘോഷം 15 ലക്ഷം, ഇവിടത്തെ മന്ത്രിക്ക് കണ്ണട വാങ്ങാൻ 32,000, ഇങ്ങനെ കോടിക്കണക്കിന് രൂപ. പ്രധാനമന്ത്രി ഇടുന്ന കോട്ടിന്റെ വില എത്രയാ? പ്രധാനമന്ത്രി ഇടുന്ന കോട്ടിന്റെ വില എത്രയാ? ൂർത്തടിച്ച് പ്രധാനമന്ത്രി 1 രൂപ. നിങ്ങളുടെ തൃശ്ശൂരുകാരി മന്ത്രി ഉണ്ടല്ലോ, തൃശ്ശൂരുകാരി മന്ത്രി 32,000 രൂപയാണ് ഒരു കണ്ണടക്ക് ചെലവാക്കിയത്. 10 കൊല്ലത്തിനിടയിൽ 1 രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് നരേന്ദ്രമോദി എടുത്തിട്ടില്ല. നിങ്ങളുടെ വിവരാവകാശത്തിലുള്ള മറുപടിയാ. നിങ്ങളുടെ വിവരാവകാശത്തിന് 1 രൂപ. നിങ്ങളുടെ പിണറായിക്ക് ചികിത്സയ്ക്ക് 75 ലക്ഷം, മുഖ്യമന്ത്രിയുടെ ചികിത്സയ്ക്ക് 1 രൂപ. 1 രൂപ നരേന്ദ്രമോദി കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ. ഈ തരുന്നവർ എല്ലാത്തിലും ബ്രാൻഡിങ് നടത്താണ്.